Here I am Dr. Bindudala from Ayursaukya Speciality Center, Pandikad. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. ഈ വർഷത്തെ തീം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നതാണ്. അതായത് ഹാർട്ട് ഡിസീസിനെ കുറിച്ച്, അതായത് ഹൃദയരോഗങ്ങൾ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് കൂടെ അവബോധം ഉണ്ടാക്കുക. ഹൃദയരോഗങ്ങളെ തടയാൻ എന്തെല്ലാം നമ്മൾ മുൻകരുതൽ എടുക്കണം, എന്തെല്ലാം ശീലിക്കണം, നമ്മുടെ ദിനചര്യകള്, നമ്മുടെ ഭക്ഷണ രീതി, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ് ഹാർട്ട് ചെക്കപ്പിലൂടെ ഹൃദയരോഗങ്ങളെ നമുക്ക് എങ്ങനെ തടയാം എന്നുകൂടെ സാധാരണ ജനങ്ങളിൽ കൂടെ അവബോധം നൽകുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ലക്ഷ്യം. ചിട്ടയായ ആഹാരത്തിലൂടെയും വിഹാരത്തിലൂടെയും മദ്യപാനം, പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുക, ജങ്ക് ഫുഡ് അതൊക്കെ ഒഴിവാക്കുക, ചിട്ടയായ വ്യായാമം ശീലിക്കുക. ഇതിലൂടെ നമുക്ക് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇന്നത്തെ യുവതലമുറയുടെ ജീവിതശൈലികൾ തീർച്ചയായും നമ്മൾ മാറ്റേണ്ടതാണ്. അവർക്കൂടെ ഹാർട്ട് ഡിസീസിനെ കുറിച്ചിട്ടുള്ള ബോധം ചെറുപ്പക്കാരിലാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഹാർട്ട് ഡിസീസ് കണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതുകൂടെ അവർക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ ഈ 25 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ ജനങ്ങൾ ആരും തന്നെ ഹൃദയാരോഗ്യത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാറില്ല. അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അഡ്മിറ്റ് ആവുന്നു, ഓപ്പറേഷൻ വേണമെങ്കിൽ ഓപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ആരും ഹൃദയത്തെ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ മുൻകരുതലുകൾ യാതൊന്നും എടുക്കുന്നില്ല. 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആയുർവേദത്തിൽ രോഗിയല്ലാതിരിക്കാൻ, അത് ആരോഗ്യത്തോടുകൂടെ ജീവിച്ചിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശീലിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് നിത്യം ഹിതാഹാര വിഹാരസേവി സമീക്ഷ്യകാരി വിശേഷസത്ത ദാദാ സമ സത്യപര ക്ഷമാവാൻ ആപ്തോപസേവി ച ഭവത്യരോഗ. അതായത് നിത്യം ഹിതാഹാരം, ഹിതമായിട്ടുള്ള ആഹാരം. നമുക്ക് ഹിതമായിട്ടുള്ള ആഹാരം എന്ന് പറയുമ്പോൾ തെറ്റായ ഭക്ഷണ രീതി, അസമയത്തുള്ള ഭക്ഷണക്രമങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കുക. വിഹാരം, നമ്മുടെ ജീവിതശൈലി നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക.